നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്നലെ FC ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുമ്പോൾ അവരുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ പൊളിച്ചടുക്കിയ പ്രകടനമാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ബാഴ്സലോണയുടെ വിജയ ഗോൾ വന്നത്. ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് നോക്കിയാൽ 55 ടച്ചുകൾ, ഒരു അസിസ്റ്റ്, 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 കീ പാസുകൾ കൊടുത്തു, 4 ഡ്രിബിളിങ്ങൾ നടത്തി, 2 സക്സസ്ഫുൾ, 13 ഡ്യുവൽസിൽ 7 വിൻ ചെയ്തു, 4 തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്യപ്പെട്ടു. അങ്ങനെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്പെക്ടാക്കുലർ പെർഫോമൻസ്. എന്നാൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മാഡ്രിഡ് ടീമുകളോട് കളിക്കുമ്പോൾ യമാൽ വേറെ ലെവലാവുകയാണ് എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആവട്ടെ റയൽ മാഡ്രിഡ് ആവട്ടെ കളിക്കാൻ ഇറങ്ങിയാൽ ബാഴ്സയ്ക്ക് വേണ്ടി ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ യമാലിൻ്റെ വകയുണ്ടാകും. ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് 17കാരനായിട്ടുള്ള താരം റയൽ മാഡ്രിഡിനോടും അത്ലറ്റിക്കോ മാഡ്രിഡിനോടും ഈ സീസണിൽ കളിച്ച എല്ലാ കളികളിലും ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 5 ഗെയിമുകളാണ് 2 ടീമുകളോടുമായിട്ട് അദ്ദേഹം കളിച്ചത്. 3 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 5 ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നു എന്നർത്ഥം. ഓരോ 83 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 4 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 9 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, 21 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങൾ നടത്തി, 40 ഡ്യുവൽസ് വിൻ ചെയ്തു. ഇത് വേറെ ലെവൽ പെർഫോമൻസ് ആണ്. യെസ്, മാഡ്രിഡ് ടീമുകൾ, അതിപ്പം റയൽ ആവട്ടെ അത്ലറ്റിക്കോ ആവട്ടെ, അവരെ കണ്ടാൽ ഈ യമാലിന് കലിയിളകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.